പാകിസ്ഥാൻ ഇപ്പോൾ തങ്ങളുടെ രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാർക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. മാർച്ച് 31-നകം നിങ്ങൾ ഞങ്ങളുടെ രാജ്യം വിട്ടു പോകണമെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ അവർക്ക് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത് വലിയ സംഘർഷത്തിലേക്കും ചിലപ്പോൾ ഒരു യുദ്ധത്തിലേക്കും വരെ നയിച്ചേക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ അന്ത്യശാസനം നൽകിയ പാകിസ്ഥാനിലെ അനധികൃത കുടിയേറ്റക്കാരെന്ന് പറയുന്നത് അഫ്ഗാനികളാണ് പാകിസ്ഥാനിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവർ പാകിസ്ഥാനെ പിളർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പാകിസ്ഥാന്റെ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ അഫ്ഗാനിസ്ഥാന്റെ വലിയൊരു പോരാളി സംഘം അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. എന്തായിരുന്നാലും അവിടെ തെഹ്രീക്കെ താലിബാൻ വലിയ രീതിയിൽ അവിടെ ശക്തി പ്രാപിച്ചു വരുന്നു. മറ്റൊരു ഭാഗത്ത് ബലൂചിസ്ഥാനിൽ ബലൂച്ച് ലിബറേഷൻ ആർമി BLA അവിടെ വലിയ രീതിയിൽ ശക്തി പ്രാപിച്ചു വരുന്നു. അങ്ങനെ രണ്ട് ഭാഗങ്ങളും അടർത്തിയെടുത്തുകൊണ്ട് പോകാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നതെന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാനാണ് ഇപ്പോൾ അഫ്ഗാനികൾക്ക് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. നിയമവിരുദ്ധ വിദേശികളെ നാടുകടത്താനുള്ള പദ്ധതിയിൽ 2025 മാർച്ച് 31-നകം നിങ്ങൾ അഫ്ഗാൻ പൗരത്വക്കാരുടെ ഉടമകളോട് രാജ്യം വിടാൻ പാകിസ്ഥാൻ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ മാധ്യമങ്ങൾക്ക് ചോർന്നതായി പറയപ്പെടുന്ന ഒരു റിപ്പോർട്ടാണിത്. ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും താമസിക്കുന്ന ACC ഉടമകളെ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചയക്കുമെന്നാണ്. എന്തായാലും 8 ലക്ഷം അഫ്ഗാൻ അഭയാർത്ഥികളെയാണ് നാട് കടത്താൻ പാകിസ്ഥാൻ ഒരുങ്ങുന്നതെന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ അഫ്ഗാനിസ്ഥാൻ ഇവരെ സ്വീകരിക്കാൻ തയ്യാറാകില്ല എന്ന് മാത്രമല്ല, ഇവർ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരികെ പോകാനും തയ്യാറാകില്ല. താലിബാൻ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചപ്പോൾ തന്നെ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ തിരിച്ചുവിടാൻ താലിബാനെ പരിപോഷിപ്പിക്കാമെന്ന് വിചാരിച്ചെങ്കിൽ പോലും ഇന്ത്യയുമായി താലിബാൻ സൗഹൃദം പുലർത്തുന്ന കാഴ്ചയും പാകിസ്ഥാനെ താലിബാൻ നുഴഞ്ഞുകയറി അടിക്കുന്ന കാഴ്ചയുമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അമേരിക്കയിൽ ജോ ബൈഡൻ സർക്കാർ താലിബാൻ അവിടെ അധികാരത്തിൽ ഏറാനായി ജോ ബൈഡൻ സർക്കാർ അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കയുടെ ട്രൂപ്പുകളെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പിൻവലിച്ച ഒരു സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ധാരാളം ആൾക്കാർ താലിബാൻ അധികാരത്തിൽ ഏറുന്നത് കണ്ട് ഓടിപ്പോകുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൽ അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ ഉള്ളപ്പോൾ ആ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച അഫ്ഗാനിസ്ഥാനികളുമുണ്ട്. അവർ പല ആൾക്കാരും ഓടി പാകിസ്ഥാനിലാണ് വന്നത്. പാകിസ്ഥാൻ അവർക്ക് അഭയം കൊടുത്തപ്പോൾ അമേരിക്ക അന്ന് പറഞ്ഞത്, നിങ്ങൾ തൽക്കാലത്തേക്ക് അവർക്ക് അഭയം കൊടുക്കൂ, അവരെ നമ്മൾ അമേരിക്കയിലേക്ക് പ്രവേശിപ്പിക്കും, അമേരിക്കയിലേക്കുള്ള യഥാർത്ഥത്തിലുള്ള പൗരത്വം ഞങ്ങൾ അവർക്ക് നൽകുമെന്നാണ് ജോ ബൈഡൻ പറഞ്ഞത്. എന്നാൽ അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് വന്ന ശേഷം വലിയ രീതിയിൽ കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. അവർക്ക് പൗരത്വം കിട്ടിയില്ല. അവർ ഇപ്പോൾ പാകിസ്ഥാനിൽ തന്നെ തുടരുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരെയും തിരിച്ചയക്കാൻ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും. പാകിസ്ഥാനുള്ളിലുള്ള ഈ 8 ലക്ഷം അഫ്ഗാനിസ്ഥാനികളും പാകിസ്ഥാനെതിരാണ് എന്നുള്ള കാര്യത്തിനും തർക്കമില്ല. അവർ താലിബാനെ, തെഹ്രീക്കെ താലിബാൻ അടക്കമുള്ള സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഖൈബർ പഖ്തൂൺഖ്വ മേഖല അവർക്ക് വേർതിരിച്ചെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കാരണം അത് അവരുടെ പ്രവിശ്യയാണെന്നാണ് അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഖൈബർ പഖ്തൂൺഖ്വ മേഖല മാത്രമല്ല, വഖാൻ ഇടനാഴി അടക്കമുള്ളവ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് പോകും. അതായത് പാകിസ്ഥാൻ അവർ വേർതിരിച്ചെടുത്ത് വലിയ രീതിയിലുള്ള ഇടനാഴി, വഖാൻ ഇടനാഴി അടക്കം തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. പോരാത്തതിന് ഖൈബർ ഇടനാഴി ഒരു ഭാഗത്ത് അത് വലിയ രീതിയിൽ അവരുടെ കയ്യിലേക്ക് ഖൈബർ പഖ്തൂൺ മേഖല എത്തിക്കണേ വലിയ രീതിയിൽ ആ ഖൈബർ ഇടനാഴി യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, പാകിസ്ഥാന്റെ വ്യാപാര ബന്ധം പൂർണ്ണമായും ഇപ്പോൾ നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പല അഫ്ഗാനിസ്ഥാൻ അതിർത്തികളും അടച്ചു കഴിഞ്ഞു. അതിനോടൊപ്പമാണ് ഇപ്പോൾ പാകിസ്ഥാൻ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് 8 ലക്ഷം അഫ്ഗാനിസ്ഥാനികളെ തിരിച്ചുവിടാനുള്ള ഒരു വലിയ നീക്കം നടത്തുന്നത്. പക്ഷേ ഈ നീക്കം പാകിസ്ഥാൻ വലിയ തിരിച്ചടിയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പറയുന്നത്. കാരണം വേറൊന്നുമല്ല, അഫ്ഗാനിസ്ഥാൻ അവരെ തിരിച്ചടിക്കില്ല. ഈ രാജ്യത്തിനകത്ത്, അതായത് പാകിസ്ഥാനകത്ത് തന്നെ ഇവർ ആഭ്യന്തര കലാപം ഉണ്ടാക്കാനുള്ള സാധ്യതയും പാകിസ്ഥാൻ ഇപ്പോൾ കാണുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.